ആഗസ്റ്റ് 29 വിശുദ്ധ എവുപ്രാസ്യ. 1877 ഒക്ടോബർ 17 എവുപ്രാസ്യ ജനിച്ചത്. ലീമയിലെ വിശുദ്ധ റോസിന്റെ ബഹുമാനാർത്ഥം മാമോദിസായിൽ അവൾക്ക് റോസ എന്ന നാമം നൽകപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ആഴമായ ഭക്തിയാൽ മുദ്രിതമാക്കപ്പെട്ട ഒരു വിശുദ്ധയുടെ പാതയിലേക്കാണ് അവളുടെ ഭക്തയായ അമ്മ അവളെ ബാല്യത്തിലെ കൈപിടിച്ചു നടത്തിയത്. 9-ാം വയസ്സിൽ അവൾ തൻ്റെ കന്യാത്വം തൻ്റെ പ്രിയനായ ദിവ്യനാഥന് പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ കന്യകയുടെ ക്ഷണപ്രകാരം അവർ കർമ്മലീത്ത സഭയിൽ പ്രവേശിച്ചു. 1897 മെയ് 10 അവൾ ശിരോവസ്ത്രം സ്വീകരിച്ചു. അതോടൊപ്പം റോസ എന്ന പേരു മാറ്റി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ സിസ്റ്റർ എവുപ്രാസ്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1898 ജനുവരി 10 അവൾ കർമ്മലീത്ത സഭാവസ്ത്രം സ്വീകരിച്ചു. അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി അവൾ ദൈവസ്നേഹത്തിൻ്റെ അതുല്യയായി. അവളുടെ സഹോദര സ്നേഹം കാരണം അവൾ മറ്റുള്ളവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് സഹായിച്ചിരുന്നു. ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും അവൾ ഈ വാക്കുകളിൽ നന്ദി പറയുമായിരുന്നു: മരിച്ചാലും മറക്കില്ലാട്ടോ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം ചെലവഴിച്ചിരുന്നതുകൊണ്ട് സഞ്ചരിക്കുന്ന സക്കരാരി എന്നൊരു വിളിപ്പേരും അവൾക്കുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സമർപ്പിച്ചു. എപ്പോഴും ജപമാലയേന്തി നടക്കുന്ന ആ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും അതീവ ഭക്തയായിരുന്ന അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: എൻ്റെ ദിവ്യരക്ഷിതാവേ, മനുഷ്യഹൃദയങ്ങളിൽ അവിടുന്ന് തിരസ്കൃതനാകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. സ്വർഗരാജ്ഞി, ഞാൻ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നതുവരെ എന്നെ കൈവിടരുതേ. ശക്തി ക്ഷയിച്ച് പരിക്ഷീണിതയായ എവുപ്രാസ്യ 1952 ആഗസ്റ്റ് 29 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1988 അവളുടെ നാമകരണ നടപടികൾ ആരംഭിച്ചു. 2006 ഡിസംബർ 3 എവുപ്രാസ്യ വാഴ്ത്തപ്പെട്ടവളായി. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പ്രാർത്ഥന. ഈശോനാഥനോടൊപ്പം വസിച്ച് യേശുവിനെ സംവഹിക്കുന്ന സക്കരാരിയായി മാറിയ വിശുദ്ധ എവുപ്രാസ്യയെ, ഞങ്ങളും ക്രിസ്തുവിൻ്റെ സംവാഹകരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം കർത്താവിൽ നിന്നും നേടിയെടുക്കുവാനായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.